കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം പോലെ ഹൃദയം. ചെറുപുഷ്പമൊഴികൾ. ലിസ്യുവിലെ വിസ് ചെറുപുഷ്പത്തോടൊപ്പം 100 ദിനങ്ങൾ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിസ് കൊച്ചുത്രേസ്യയുടെ മൊഴി, എൻ്റെ ആദ്യ കുർബാന കൈക്കൊള്ളലിൻ്റെ ദിവസം ഉണ്ണിയേശുവിന് അർപ്പിക്കാൻ എൻ്റെ കണ്ണിൽപ്പെടുന്ന എല്ലാത്തരം മനോഹര പുഷ്പങ്ങളും കൊണ്ട് എൻ്റെ ഹൃദയത്തെ അലങ്കരിക്കുവാനാണ് എൻ്റെ ആഗ്രഹം. വിസ് കൊച്ചുത്രേസ്യ തൻ്റെ സഹോദരി ആഗ്നസിന് എഴുതിയ എഴുത്തിൽ നിന്നുള്ളതാണ് ഈ ഭാഗം. കൊച്ചുത്രേസ്യ പുണ്യവതി തൻ്റെ ആദ്യ കുർബാനയ്ക്ക് സ്വീകരണത്തിന് എഴുതുന്നതിനെക്കുറിച്ച് പറയണം. എനിക്ക് എല്ലാത്തരം എൻ്റെ കണ്ണിൽപ്പെടുന്ന എല്ലാ പുഷ്പങ്ങളും എൻ്റെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് എനിക്ക് ഈശോയെ സ്വീകരിക്കണം. നോക്കിക്ക് എത്രമാത്രം തീഷ്ണതയോടുകൂടിയാണ് പുണ്യവതി ആദ്യ കുർബാന സ്വീകരണത്തിൽ ഒരുങ്ങിയത്, അല്ലെങ്കിൽ യേശുവിന് ഹൃദയത്തിൽ സ്ഥാനമുണ്ടാക്കിയത്. ഇന്ന് ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട ലിസ്യുവിലെ ഞങ്ങൾ കൊച്ചുത്രേസ്യയെ, നീ നിൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിന് ഈശോയ്ക്ക് കൊടുത്ത സ്ഥാനം, അല്ലെങ്കിൽ നിൻ്റെ ഒരുക്കത്തിന് നീ കാണിച്ച തീഷ്ണത, അത് ഞങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ്. നിന്നെപ്പോലെ തന്നെ ഈ ഈശോയെ സ്നേഹിക്കുവാനായിട്ട്, സ്വീകരിക്കുവാനായിട്ട് നീ ഞങ്ങളെയും പഠിപ്പിക്കണമേ. നിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന ഈ നന്മകൾ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ ഈ നിമിഷം ചേർത്ത് വയ്ക്കാം. നിൻ്റെ നല്ല ദൈവത്തെ നിന്ന് നീ ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാപുഷ്പം